ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിസിറ്റർ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മൾ പണ്ടൊരു മൈൻക്രാഫ്റ്റ് വേൾഡൊക്കെ തുടങ്ങിയായിരുന്നു, പക്ഷേ അത് പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് വേൾഡായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഇതിൻ്റെ എപ്പിസോഡ് 1 ആണ്. ലെറ്റ്സ് പ്ലേ സീരീസിലെന്നൊക്കെ എന്നെ വിളിക്കാം, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി, എന്നൊക്കെ അങ്ങനെ വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ദേ സൂര്യൻ ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറായി. എൻ്റെ കണക്കൂട്ട് ശരിയാണെങ്കിൽ സൂര്യൻ മുകളിലോട്ട് വന്നു. അപ്പോൾ ഉച്ചയാവാറായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലേസിനാണ് ആദ്യം തന്നെ ഫോം ആയതല്ല സ്പോൺ ആയിക്കണേ. ഗുഹ വേണ്ട. ഫസ്റ്റ് തന്നെ ചവണ നല്ലല്ലോ. മൈൻക്രാഫ്റ്റിൻ്റെ പാട്ടൊക്കെ ഇടയ്ക്ക് വരണ്ട്. മൈൻഡ് ചെയ്യുമ്പോൾ വന്നത് ഞെട്ടിപ്പോവും. കമോൺ ആദ്യം നമുക്ക് ഷീപ്പിനെ കൊന്നിട്ട് തുടങ്ങാം. ഷീപ്പേ കഴിവില്ല. കിട്ടി. എൻ്റെ ഒരു കണക്കുകൂട്ടുകൾ ശരിയാണെങ്കിൽ, അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻസ്, ഈ മരം ഭയങ്കര വലിയായിരിക്കും. അപ്പോൾ ഇത് വെട്ടിയിട്ടും വലിയ ശരിയല്ല. വെട്ടിയാലും വെട്ടി തീർക്കാൻ പറ്റില്ല. ഉദാഹരണം നമുക്ക് ചെറിയ മരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അയൺ ബ്ലോക്ക്. അയൺ ആയി തന്നെ കിട്ടി. ബൈ ദ വേ നമ്മൾ കളിക്കുന്നത് 1.18 ആണ്, 1.21 അല്ല. ഇവിടെ ഒരു ബീ നെസ്റ്റ് ഉണ്ട്. ഏതായാലും പറഞ്ഞേ, ബീ ഹൈവ് സംഭവമുണ്ട്. അതിന് നനയ്ക്കാൻ നമ്മൾ ബാക്കി ഞാൻ പറയണ്ടല്ലോ. എന്നൊക്കെ അപ്പം മരം വെട്ടിയേക്കാം. 4 മരം വെട്ടിയിരിക്കുന്നു. അപ്പോൾ സോറി ബ്രോ, ഞാൻ മരം വെട്ടി വേറെ സ്ഥലത്ത് വെക്കും. നിങ്ങൾ ഷിഫ്റ്റ് ആയിപ്പോയി. പക്ഷേ ഇങ്ങനെ പയ്യെ പോയി പറഞ്ഞാൽ സ്പീഡപ്പ് ആവണമല്ല. നമുക്ക് ഇന്ന് തന്നെ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും. ഇനി 10-15 എപ്പിസോഡ് കഴിയും. അയൺ ബ്ലോക്കായി തന്നെ പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബെഡ് റോക്ക് ആട്ടോ കളിക്കണം. ബൈ ദ വേ സ്റ്റിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. യെസ്, അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റായി. ഈ അയൺ മൈൻ ചെയ്യണമെങ്കിൽ വുഡൻ പോരല്ലോ, സ്റ്റോൺ വേണ്ടേ? നമുക്ക് സ്റ്റോൺ ആദ്യം എടുക്കാം. ശരി, ഫുൾ സ്ഥലത്തും കോപ്പറാണല്ലോ. സാധാരണഗതിയിൽ ഇത്ര സ്പീഡിലൊക്കെ മൈൻ ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റോൺ എടുത്തേക്കാം. നമുക്ക് രാത്രി താമസിക്കുന്ന സ്ഥലമായി. ബിഗ് ബ്രെയിൻ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പ്ലെയിൻസ് ആയതുകൊണ്ട് ഒരു വില്ലേജ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഹലോ. കോള്. തിരിച്ചു വരാം. ക്രീപ്പർ. ഹലോ. അയ്യോ, വേണ്ട, അടുത്ത് വേണ്ട. നമ്മളൊക്കെ പ്രൊഫഷണൽ. കോളുണ്ട്. അവിടെ ആരുമില്ല. ഇവിടെ വലിയ കേവ്. കോള് കിട്ടിയേ. കുറച്ചൊന്ന് അനങ്ങിയ മിക്കവാറും എൻ്റെ അടി ചാടിപ്പോവും. കുഴപ്പമില്ല. സ്കൂട്ടർമാൻ വരാതെ. സ്കൂട്ടർമാൻ ഇവിടെ എവിടേക്കോ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ തന്നെ 4 മിനിറ്റായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താണെന്നറിയില്ല, കോള് മൈൻഡ് ചെയ്യാൻ ഭയങ്കര മടി. ആദ്യത്തെ ദിവസം മിക്കവാറും നമ്മൾ മൈൻഡ് ചെയ്ത് തന്നെ തീരും. സോ മുകളിലോട്ട് പോകാം. ഞങ്ങൾക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് അയൺ. താങ്ക് യു ജീസസ്. ഫസ്റ്റ് അയൺ തന്നെ എടുക്കാം. ഫസ്റ്റ് അയൺ കിട്ടിയിരിക്കുന്നു. അടുത്ത് വില്ലേജ് ഒന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലം പോകാം. സൂര്യൻ ഉച്ചയായതുള്ളൂ. അപ്പം നമുക്ക് തൽക്കാലം നേരെ പോയിട്ട് ബെഡിനുള്ള സംഭവങ്ങൾ എടുക്കാം. ഹലോ ബ്രോ, വെയിറ്റ് കറോ. അമ്മേ, നൈസ്. കുളിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ശരിയായി. എന്തായാലും എന്ത് വെള്ളം ശ്രീ. സ്റ്റെപ്പ്. ഹലോ ബ്രോ, സുഖല്ലേ? താങ്ക് യു. ഒന്ന് മുകളിൽ കയറാൻ പറ്റാതെ. നല്ലൊരു മരം. എന്നൊക്കെ മലയുടെ ദിശയിൽ പോവുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് എന്തിൻ്റെ കുഴപ്പം?
ബ്രോ ചിക്കൻ ഫ്രൈ ആകാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ എനിക്കെന്താ ഇങ്ങനെ? താങ്ക് യു. ഓ സാപ്ലിങ് നമ്മളൊരു മരം കൂടെ നട്ടിട്ട് പോകാം. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് മരം നടാം. അതാരെ ആരും? ഓ 2 ഷീപ്പ് ബ്രോ എന്ത് ഷീപ്പ് ബ്രോ? ഹലോ, താങ്ക് യു. ഒരു ഷീപ്പും കൂടി ഉണ്ടാവേണ്ടതാണ്. താങ്ക് യു. എനിക്ക് താങ്ക് യു പറച്ചിൽ കുറച്ച് കൂടുണ്ട്. ബൈത്ത് ഇപ്പം തന്നെ ഫ്ലിൻ്റ് എടുത്ത് വെക്കണം. നമുക്ക് നെതർ പോർട്ടലിൽ പോകാൻ നെതറിൽ പോകാൻ. ഓ സീഡ് ആവശ്യം വരുമായിരിക്കും. പിഗ് ഹലോ ബ്രോ. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് മടിയാ. ഫുഡ് ഇപ്പം അത്യാവശ്യമുണ്ട്. നമുക്ക് ഇനി മലയുടെ ഈ ഭാഗത്ത് വല്ലതും കോളോ അയണോ ഉണ്ടോ നോക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. പക്ഷെ നിങ്ങളെയും കൊല്ലാൻ മടിയാണ്. ഞാൻ പിന്നെ വരാം. ഒരെണ്ണം ഉള്ളു, അല്ലെങ്കിൽ ഞാൻ 2 പേർക്ക് തന്നെ. ശരി, നിങ്ങൾക്ക് ഭാഗ്യമില്ല. അപ്പം ഞാൻ പോവാം. ഓ കുതിര. പംകിൻ ഉണ്ട്. ഒരു പംകിൻ എടുത്താലോ? ഈ പംകിൻ ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റൂലായിരിക്കും. ഇവിടെ സീഡ്സ് ആവുമായിരിക്കും. വരൂല്ല ഇങ്ങനെ. പംകിനായിട്ട് തന്നെ വന്നു. അത് മൊത്തം എടുത്തേക്കാം. എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നാലും 2 എടുത്തേക്കാം. വേണ്ട, 3 എടുത്തേക്കാം. അങ്ങനെ രാത്രിയാവാറി. വെയിറ്റ് സെക്കൻഡ്, ഞാനിവിടെ ഒരു വെളിച്ചം കാണുന്നു. വാവ്, നെതർ പോർട്ടൽ, ലാവ പൂൾ. അപ്പോൾ നേരെ ചെന്ന് അത് വീഴായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വില്ലേജ് ഉണ്ടെങ്കിൽ എല്ലാം സെറ്റായി. ഇവിടെ ഇല്ല. കുറച്ചും കൂടി നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. കാരണം നെതർ പോർട്ടൽ ഉണ്ടാക്കാനും രാത്രി ആവാറായതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഭൂമിയുടെ അടിയിൽ പോയിരിക്കാം. പക്ഷേ കാടായി. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ അവിടെ താമസിക്കാൻ പോകുന്നു. അതിന് മുമ്പ് നമുക്ക് തന്നെ റിവർ കടക്കാം. നല്ല ഭയവും. അപ്പം ഇവിടെ അങ്ങനെ ഫസ്റ്റ് വീട് നോക്കി വീണ്ടും ഞാൻ ഒരു സ്പൂഡർമാൻ എന്നെ പിടിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഭൂമിയുടെ അടിയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു ടോർച്ച് ഉണ്ടാക്കിയാലും. സ്പൂഡർമാൻ മുകളിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീട്. പിന്നെ എൻഡർമാൻ വരെ ഉണ്ടെന്ന് തോന്നുന്നു മുകളിൽ. എന്നെ പിടിക്കാൻ എത്ര ആൾക്കാരാണ്? ഓക്കെ, നമുക്ക് ഇവിടെ ബെഡ് വെക്കാം. ശരി, അത് പറഞ്ഞപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ബെഡ് സെറ്റ്. കടന്നുറങ്ങാം. രാവിലെ ഇപ്പം നമുക്ക് ഈ ഗുഹയിനോട് ബായ് പറയാം. ബൈ ദ ബൈ. ക്രാഫ്റ്റിംഗ് ടേബിൾ വരൂ. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റായി. ഈ ബായുമായിട്ട് പോയ വില്ലേജ് കാണില്ലായിരിക്കുമല്ലോ നമുക്ക്. പക്ഷേ ഈ ബായ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പച്ചപ്പ്. സ്പൂർമൻ ഇപ്പോൾ കൊല്ലം വരരുത്, എനിക്ക് ഹെൽത്തില്ല. നല്ല ഭയവും. ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം വീട്. ഇനി ദൂരം അങ്ങോട്ട് പോകണ്ട. നമുക്ക് എന്നിട്ട് വില്ലേജ് വല്ലതും വരുമ്പോൾ നമുക്ക് ഫുള്ള് പൊളിച്ചങ്ങോട്ട് പോകാം. എന്ത് പറയുന്നു? ഓക്കെ എന്നാൽ നമുക്ക് ഈ മലയെ പണിയ വീടെന്ന് വെച്ചാൽ വലിയ വീടൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് താമസിക്കാൻ പോണ സ്ഥലം, അത്രേ ഉള്ളൂ. ശരി, ഞാൻ കാണിക്കുന്നു. 2 ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയോ? ഞാൻ എന്തിനാണോ ഇങ്ങനെ? നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം. ഞാൻ ഒട്ടും പ്രോ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ലൊന്നും. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം.
എന്നിട്ട് കുറച്ച് മരം വെട്ടാൻ പോകും. കമോൺ മരം. ഇവിടുത്തെ ബീ ഹൈവ് അല്ലേ? നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് മതിയോ? അയ്യോ കുഴപ്പമില്ല, ഞാനിത് പൊട്ടിച്ച. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. അതാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ട്. ചിക്കൻ ഫ്രൈ ആയില്ല. അപ്പോൾ ശരി, നമുക്ക് ഫുള്ള് പ്ലാങ്സ് ആക്കാം. ഇനി എല്ലാം സ്പീഡ് ചെയ്യുമ്പോൾ ഫുൾ സ്പീഡ്. കുറേ സ്ലാബാക്കിയിട്ട് കുക്ക് ചെയ്ത് നോക്കുക. ഐ എം പ്രൊഫഷണൽ. അതൊക്കെ ഞാൻ പോയിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വരാം. ആ സമയം കൊണ്ട് ചിക്കൻ കുക്കാവും. അതിന് മുമ്പേ ചിക്കൻ കുക്കാവുമായിരിക്കും. യെസ്, നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം. ഇതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചിക്കൻ കഴിക്കാം. നമ്മുടെ കൊല്ലായത്തെ ഫുഡ് ഞാൻ ഓടാം. നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ. വീണ്ടും ഗുഹ. അണ്ടർഗ്രൗണ്ട്. ഇവിടെ ഒരു ബേസ് പണിയാൻ നല്ല സ്ഥലമാണ്. പക്ഷെ എനിക്ക് മടിയാണ്, ഞാൻ പണിയുള്ള. നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാം. നമ്മുടെ ബീഫ് ഇപ്പോൾ കുക്കായി കാണും. ഇങ്ങനെ വെറുതെ സമയം കളയാണ് ഞാൻ. എന്താണെന്ന് അറിയില്ല, ഞാനിങ്ങനെ സ്പീഡിൽ പോകും. ഇത്ര സ്പീഡിലാണ് കൂളും. നമുക്ക് ഫുഡ് ഇത് നോക്കാം. അയ്യോ 4 എണ്ണമൊക്കെ. നമുക്ക് ഇനി കുറച്ച് ആ ദിശയിൽ പോയി നോക്കാം. സൂര്യൻ ഓക്കെ പുച്ചയതുള്ളൂ. ലാഗ് അടിക്കുന്നു. എന്ത് ലാഗ്? എവിടെയുണ്ട് തകരാറുള്ള പോലെ. വരൂ മിസ്റ്റർ ഷുഗർ കെയിൻ. നമുക്ക് വീണ്ടും പ്ലെയിൻസിൽ തന്നെ അലഞ്ഞ് തിരിഞ്ഞ് പോകാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാനാണ് നല്ലത്. പക്ഷേ വില്ലേജസ് ഇല്ല. വില്ലേജസ് ഇല്ലാത്തൊരു വലിയ കുഴപ്പമാണ്. ഓക്കെ ബാബാ. ഓക്കെ, ഞാനൊരു വില്ലേജ് കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ പറയാം. കിട്ടി. താങ്ക് യു ജീസസ്. കിട്ടി മോനെ വില്ലേജ് കിട്ടി. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് വന്നു. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകാം ബേസ് പണിയാൻ. ഇനി പറഞ്ഞാൽ നിങ്ങളൊന്ന് തല്ലിക്കൊല്ലുമായിരിക്കും. ഒന്നും കുഴപ്പമില്ല. ഓക്കെ, വീട്ടൊക്കെ ഉണ്ട്. ഹലോ. ഇവിടെ ആരുമില്ല. നല്ല വില്ലേജ്. ഓക്കെ, ഇന്നൊക്കെ നമ്മുടെ പരിപാടി തുടങ്ങാം. ഇന്നത്തെ നിങ്ങളുണ്ടോ? ബുക്കൊക്കെയാണ്. ഒരു ആപ്പിൾ എടുത്തേക്കാം. ബാക്കി നിങ്ങൾ വെച്ചോ, ഞാൻ ഭാവി വന്നെടുത്തോളാം. ഞാൻ പിന്നെ ഒന്ന് കഴിച്ചോളൂ, കുഴപ്പമില്ല. ഗുഹ. ഇവിടെ നിന്നെങ്കിലും രാത്രി സോംബി വരണേ. താങ്കൾ താഴെ കിടന്നോളൂ തൽക്കാലം. ശരി, ഐ എം സോറി. ഞാൻ പോട്ടെ. ഇപ്പം നമ്മളൊരു ലൂട്ടും എടുക്കണില്ല. നമ്മളിപ്പോൾ ലൂട്ടൊന്നും എടുക്കണില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? പകരം ഇപ്പം ഒന്നും ചെയ്യാനൊന്നുമില്ല. വില്ലേജ്. അയൺ ഗോളം ബ്രോ, സുഖമല്ലേ? കൊള്ളാം. നമുക്കൊരു മൈൻഡ് ഇല്ലല്ലോ ബ്രോ. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു വെച്ചാൽ വന്ന ബ്രോ. ഓക്കെ, രാത്രി വീട്ടിൽ കറിയോ? അത് തന്നെ. എന്നോട് നിങ്ങളൊക്കെ പൂട്ടിയിടാൻ എനിക്ക്. എന്നിട്ട് ഞാൻ പോവാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പൂട്ടിയിടാൻ നമുക്ക് വേറെ സ്ഥലത്ത് വീട് വെക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എന്തായാലും നമ്മൾ ഇത്രയും പ്രോഗ്രസ് നടത്തിയ ശേഷം നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാറായി കാണാം. ചെയ്താക്കാൻ വേണമെങ്കിൽ എന്ത് പറയുന്നു? അവിടെ രാത്രി ആവാറായതാ. വീട്ടിൽ പോയി കിടക്ക്. ഇവിടെ മൊത്തം ഫാർമേഴ്സാണല്ലോ ബ്രോ. വീട്ടിൽ പോ ബ്രോ, രാത്രിയായി. ഇവിടെ കാര്യമായിട്ട് പറയാം ബ്രോ. കൊള്ളാം ബ്രോ. എന്നെ ആരും ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടില്ല. കൊള്ളാം. ഇവർക്കൊന്നും പേടിയില്ലേ ബ്രോ? ആരാദ്യം പറഞ്ഞേ? വരൂ. ഒരാളും കൂടി വരൂ പ്ലീസ്. അവിടെ മോനെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? ഒന്ന് വാ ബ്രോ. ആരെങ്കിലും ഒന്ന് വാ. എനിക്ക് പൂട്ടിയിടാനുള്ള നിങ്ങളെ. കൊള്ളാടാ. ഇവിടെ ഓൾറെഡി ഉണ്ടാവും. 4 വില്ലേജസ് വന്നാൽ ഒരു അത്യാഗ്രഹമാണ്. എന്നാലും ഇവിടെ രാത്രി ആവാറായിട്ട് പോയി കടക്ക്. ഇവിടെ നിങ്ങളൊക്കെ അയൺ കോളം ഉള്ളതിന് അഹങ്കാരമില്ല. ഞാൻ എന്നെ കൊല്ലും കുറച്ച് കഴിയുമ്പോൾ. പോയി കിടന്നു. സോംബി വന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞ നോ നമ്മുടെ സോംബി അല്ല, നമ്മുടെ അണ്ണനെ കൊല്ലുന്നു നീ. എടാ അയൺ കോളം ബ്രോ, കമോൺ. ലാഗ് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾക്ക് പയ്യെ നടക്കുള്ളൂ.
വേഗം വന്ന് കിടന്നു. അപ്പോഴേ പറഞ്ഞ ബ്രോ ഒന്ന് പോയി കടക്ക് ബ്രോ. എന്ത് ചെയ്യാം എടി ഇവന്മാർക്കൊന്നും ഉറക്കം വരുന്നില്ലേ? അവിടെ നീ എന്തൊക്കെ കാണിക്കണേ? എന്നാ അവിടെ കിടന്നു ബ്രോ. ഞാൻ ഇല്ലാട്ടടിച്ചേ. ആ വില്ലേജർ ഡെഡായി. എന്നൊക്കെ ഇവിടെ കിടന്നുറങ്ങാം. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. അത് തന്നെ ആര് കയറിയിട്ടുണ്ട്? എത്ര ആൾക്കാരുണ്ട്? ഒരു 2 വില്ലേജസ് ഉണ്ട്. ഇപ്പോൾ പേടിക്കണ്ട, കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിനി ഇവിടെ തന്നെ നിൽക്കണം. പുറത്തോടൊന്നും പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എമറാൾഡ്സ്. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകും, നിങ്ങൾ ഇവിടെ നിൽക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ എൻഡ് ചെയ്തേക്കാം. നമുക്ക് പുറത്തോട്ട് നോക്കി എൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ എൻഡ് ചെയ്തേക്കാം. അപ്പോൾ 22 മിനിറ്റ് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറയായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. എന്നാൽ ഇവിടെ ആയിരിക്കും നമ്മൾ താമസിക്കാൻ വേണ്ടി കുറച്ച് ദൂരെ മാറിയിട്ട് ഇങ്ങോട്ട് നമുക്കൊരു വഴിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഭാവി നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ബൈ.